ക്യാബേജ് മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് ചെറിയ ക്യാബേജ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, ഒരു മുട്ട, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് തേങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് എല്ലാം നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയും ക്യാബേജും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെള്ളം ചേർക്കാതെ തന്നെ നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെക്കാം. ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ചെറിയ തീയിൽ മൂടി വെക്കാം. അപ്പോൾ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിൽ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. ക്യാബേജ് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടി ഇതൊന്ന് നന്നായി മൂടി വെക്കാം. ക്യാബേജ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ റെഡിയാക്കിയ ക്യാബേജ് തോരനാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.